സ്പോർട്സ് റേഡിയോ മലയാളത്തിന്റെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡർ ജിൻസൺ സിംഗ് ക്ലബ്ബ് വിട്ടു. കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ 6 കൊല്ലമായി താരം കളിക്കുന്നുണ്ട്. കോച്ച് ഇവന്റെ കീഴിൽ താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായി തിളങ്ങിയിരുന്നു. ഈസ്റ്റ് ബംഗാളിലോട്ടാണ് താരം പോയിരിക്കുന്നത്. അണ്ടർ 17 വേൾഡ് കപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്കോർ ചെയ്ത താരം ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന ഏക പ്ലെയർ കൂടെയാണ്. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ്. പാരീസിൽ തുടങ്ങാൻ പോകുന്ന 2024 ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി 117 താരങ്ങൾ പങ്കെടുക്കും. ടീമിൽ 7 മലയാളികൾ ഉണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച വനിതാ ഷോട്ട്പുട്ട് താരം ആഫയെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് 119 താരങ്ങൾ പങ്കെടുത്തിരുന്നു. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് മെസ്സിയുമായി ബന്ധപ്പെട്ടതാണ്. കോപ്പ അമേരിക്ക ഫൈനലിൽ പരിക്ക് പറ്റിയ താരത്തിന് ഇന്റർ മിയാമിയുടെ അടുത്ത 2 മത്സരങ്ങൾ നഷ്ടമാകും. ടീം കോച്ച് തന്നെ ഈ കാര്യം സ്ഥിരീകരിച്ചു. കോപ്പ അമേരിക്ക ഫൈനലിൽ കാൽക്കുഴയ്ക്ക് പരിക്ക് പറ്റിയ താരം 66-ാം മിനിറ്റിൽ കളം വിട്ടിരുന്നു. ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീലങ്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായപ്പോൾ ഗില്ലാണ് ഇന്ത്യയുടെ പുതിയ വൈസ് ക്യാപ്റ്റൻ. നിലവിലെ വൈസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ T20 ടീമിലുണ്ടെങ്കിലും പുതിയ ക്യാപ്റ്റനായി സൂര്യ തിരഞ്ഞെടുക്കുകയായിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ T20 ടീമിൽ ഇടം നേടി. ODI ടീമിനെ രോഹിത് തന്നെ നയിക്കുമ്പോൾ ഗില്ല് തന്നെയാണ് വൈസ് ക്യാപ്റ്റൻ. വിരാട് കോഹ്ലിയും ODI ടീമിലുണ്ട്. ജഡേജയ്ക്ക് ടീമിൽ സ്ഥാനം ലഭിച്ചില്ല. സിംബാബ്വെ പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മയ്ക്കും ഗെയ്ക്വാദിനും ടീമിൽ സ്ഥാനം ലഭിച്ചില്ല. ജൂലൈ 27-നാണ് ആദ്യ T20. കായിക ലോകത്തിലെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.